ലൈക്ക് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ. പുറത്തേക്ക് പോകുന്ന ആവശ്യമുണ്ട് കേട്ടോ. റേഷൻ കടയിൽ പോകണം, അരി വാങ്ങണം. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ പണികൾ തീർക്കുന്നതിൻ്റെ ഒരു ധൃതിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാത്തൂസ് മദ്രസയിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടുക്കളയിലെ പണികൾ വേഗം അങ്ങോട്ട് തീർത്തും കഴിഞ്ഞിട്ട് വെയിലങ്ങോട്ട് മൂക്കുമ്പോഴേക്കും പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ പൊടിയൊക്കെ വാട്ടിയും കഴിഞ്ഞിട്ട് കുഴച്ച് സെറ്റാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അങ്ങനത്തെ നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കിയ ശേഷം നമ്മുടെ പരത്തിങ്ങായിട്ട് പേനിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് പാത്തൂസ് മദ്രസയിൽ പോവാങ്ങാത്ത കാരണം എന്നാൽ ഇന്ന് പാത്തൂസിന് വയറുവേദനയും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പറഞ്ഞയക്കേണ്ട ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ പത്തിരിയൊക്കെ സെറ്റാക്കി എടുക്കുകയാണ്. അതിനിടയിൽ പാത്തൂസിന് ഇഞ്ചി നീരിൽ തേൻ ചാലിച്ചിങ്ങായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വയറുവേദനയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, എന്നാലും ക്ഷീണവും തളർച്ചയും വല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസയിൽ ഒന്ന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടോ അവൾക്ക്. പാത്തൂസ് കരയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടെ കരയുന്നുണ്ട്. ക്ഷീണവും തളർച്ച കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ തളർച്ചയാണ് കേട്ടോ. എന്നാലും കരച്ചിൽ മാറ്റാൻ അങ്ങോട്ട് പോയി വന്നാൽ നമ്മുടെ ഈ പത്തിരിയുടെ ഭംഗിയൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ലപോലെ പോള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ പത്തിരി അങ്ങോട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഭംഗിയില്ലെങ്കിലും നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ പത്തിരി അങ്ങോട്ട് സെറ്റായി കിട്ടിയിട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? എല്ലാവരും കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. വ്യൂസും ലൈക്കും വളരെയധികം കുറവാണ്. അപ്പോൾ ചാനലൊന്ന് ഉഷാറാവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്ഷീണവും തളർച്ച അങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ORS ഇരിപ്പുണ്ട്, ORS അങ്ങോട്ട് കലക്കി കൊടുത്താൽ ക്ഷീണം അങ്ങോട്ട് മാറുമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് കാട്ടിയെന്നറിയോ, ഗ്ലൂക്കോസ് പൊടി ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒരു പിടി തൊള്ളയ്ക്ക് ഇട്ട് കൊടുത്തു. എന്നാലും ക്ഷീണവും തളർച്ച അങ്ങോട്ട് മാറുന്നത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ORS അങ്ങോട്ട് കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാലും ഇഷ്ടമില്ലെങ്കിലും കുറച്ചേശ്ശെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ പയർ അങ്ങോട്ട് കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ ചൂടുവെള്ളത്തിൽ. അപ്പോൾ നമുക്കൊരു വിസിലോണ്ട് തന്നെ നമുക്ക് പയർ അങ്ങോട്ട് അങ്ങോട്ട് സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ ഒരു വിസിലിന് ശേഷം നമ്മുടെ പയർ അങ്ങോട്ട് വെന്ത് കിട്ടി കേട്ടോ. എന്നിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ചെറുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിക്കുട്ടനെയും അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വറ്റൽ മുളകും കാശ്മീരി മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് കറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നാടൻ രീതിയിലുള്ള രസം സെറ്റാക്കി എടുക്കണ്ടേ? അപ്പോൾ അതിനുള്ള എല്ലാ ഐറ്റവും ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് തൂളിച്ച ശേഷം നമുക്ക് നാടൻ രീതിയിലുള്ള വളരെ രുചികരമായ രസം സെറ്റാക്കി എടുക്കാം കേട്ടോ. രസം വെക്കണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്കുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയും മല്ലിയിലയും കുനുകുന അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതിലേക്കുള്ള പുളി പിഴിഞ്ഞിങ്ങായിട്ട് അരിപ്പയിലരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് രസം വെച്ച് തുടങ്ങിയാലോ? അപ്പോൾ രസത്തോടു കൂടി തന്നെ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പാകത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വന്ന ശേഷം കടുകും ഉലുവയും ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടിയ ശേഷം പിന്നെ അതിലേക്ക് വറ്റൽ മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെക്കണേ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം
പാകത്തിന് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് കാശ്മീരി മുളക് പൊടിയും ഇട്ടുങ്ങേറ്റൊന്ന് മുളകിൻ്റെ കുത്തുന്നൊതുങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്ത ശേഷം പുളി പിഴിഞ്ഞത് പാകത്തിന് ഇതാ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ കറിവേപ്പില കേട്ടോ ഇട്ടതാ നന്നായി അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുരുമുളകാണ് കേട്ടോ നല്ലത് രസത്തിന്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കിയ ശേഷം പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കണം. അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. പിന്നെ ഒന്ന് കുക്കായി വന്ന ശേഷം അതിലേക്ക് മല്ലിയില കുനുകുന അരിഞ്ഞില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മളെ രുചികരമായ നാടൻ രീതിയിലുള്ള രസം അങ്ങോട്ട് സെറ്റായി കിട്ടും കേട്ടോ. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ രീതിയിലുള്ള രസമാണ് ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ പൊന്നേ. ഈ രസമുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും വേണ്ട, മട്ടനും വേണ്ട, മീനും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഞങ്ങളുടെ വീട്ടിലെ പതിവ് കേട്ടോ. എപ്പോഴും അങ്ങനെ ചിക്കനും മട്ടനും മീനൊന്നും വാങ്ങില്ല. ഇതേപോലെ കറിയൊക്കെ വെച്ചിട്ടാട്ടോ കഴിക്കാറ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ക്ലീനിങ് അങ്ങോട്ട് കഴിഞ്ഞ ശേഷം നേരെ എവിടേക്ക് പോകണം? റേഷൻ കടയിൽ പോകണം കേട്ടോ. അപ്പോൾ നല്ല ദൂരമുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നടന്നാണ് പോവുക. അരി വാങ്ങിച്ചിട്ട് പിന്നെ തിരികെ പോകുന്നത് ഓട്ടോറിക്ഷയിലും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.